ഹലോ, ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. മുട്ട ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് വീട്ടിൽ തന്നെ സാധാരണ ഉണ്ടാവുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം മതി. മുട്ടയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം നോക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. തീരെ കുഞ്ഞായിട്ട് അരിയണം എന്നില്ല, ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി. ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ചതച്ചാലും കുഴപ്പമില്ല. പച്ചമുളക് ഒരെണ്ണം ഞാൻ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതൊരു ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണ പോലെ ആദ്യം ഒന്ന് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യുക. മുളകിൻ്റെ എരിയും അതുപോലെ ഉള്ളി ഒക്കെ ഒന്ന് ശരിക്കും നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂട്ടിയെടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. മസാലപ്പൊടികളായിട്ട് നമ്മൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി അതുപോലെ ഗരം മസാലയും. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഒഴിക്കുന്നത്. ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, പക്ഷേ ഇത് തന്നെ ധാരാളമാണ്. പിന്നെ 1/4 ടീസ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കടലമാവ് ഇല്ല എങ്കിൽ മൈദ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കടലമാവാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കേണ്ട ഒരു സംഭവമല്ല ഇത്. അവസാനം വെള്ളം ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് കുഴച്ചത്. ഞാൻ 4 മുട്ടയും പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്താലും മതി, പക്ഷേ ഞാൻ അരിയാണ് ചെയ്തത്. കാരണം ഇത് നമ്മളിനി കുഴയ്ക്കുമ്പോൾ തന്നെ ഒരുപാട് അങ്ങ് ചെറുതായിട്ട് പോവും. അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അമർത്തി അങ്ങ് കുഴയ്ക്കാൻ പാടില്ല, ശക്തി ഉപയോഗിച്ച് കുഴയ്ക്കാൻ പാടില്ല. അങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ മുട്ടയൊക്കെ തീരെ പൊടിഞ്ഞു പോവും. മുട്ടയുടെ മഞ്ഞ എന്തായാലും പൊടിഞ്ഞു പോവും. വെള്ളയും കൂടിയും നമ്മൾ അമർത്തി കഴിഞ്ഞാൽ, ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളയും കൂടി അങ്ങ് പൊടിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് ശക്തി കുറച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. നമ്മൾ ടൊമാറ്റോ സോസും ഒക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. ഇനി നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബോൾസ് ആക്കണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നമ്മൾ ഉള്ളിവടയൊക്കെ പോലെ പരത്തിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക. വലിയ വലിയ ബോൾസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യുക. പക്ഷേ ഈ ഒരു സൈസിലുള്ള ബോളാണ് എപ്പോഴും നല്ലത്. കാരണം അകത്തേക്കൊക്കെ എണ്ണയുടെ ചൂട് തട്ടാൻ നല്ലത് തീരെ ചെറിയ ബോളാക്കുന്നതാണ്. നമ്മൾ മുട്ട മാത്രമേ ഇത് വേവിച്ചിട്ടുള്ളതുള്ളൂ, ഉള്ളിയൊന്നും വേവിക്കാത്തതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം തന്നെ, ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലായിരുന്നു, ഇപ്പോൾ അതാ ലോ ഫ്ലെയിമിലാക്കി. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുറച്ചധികം സമയം ഒന്ന് വെക്കേണ്ടി വരും. കാരണം അകത്തൊന്നും വേവാത്തൊരു പ്രശ്നം ചിലപ്പോൾ വരും ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ. ഇളക്കിയൊക്കെ കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണ്ട. കാരണം നമ്മൾ ഒരുപാട് കടലമാവും ചേർത്തിട്ടില്ല, പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കുഴച്ചിട്ടുള്ളതല്ല. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, പൊടിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങനെ പൊടിഞ്ഞു പോരുന്നുള്ള പേടിയുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. പക്ഷേ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം മുട്ടയും കൂടി ഉള്ളത് കാരണം മുട്ടയുടെ മഞ്ഞയും എല്ലാം കൂടി ചേർത്തിട്ട് ഇതൊരു ബോളാക്കി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഇതിങ്ങനെ പൊട്ടിപ്പോരുന്നൊരു പ്രശ്നമുള്ളത് കാരണമാണ്. മാത്രമല്ല നമ്മൾ കടലമാവ് വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും, അതുകൊണ്ടാണ് കുറച്ചാക്കിയത്. ഞാനിങ്ങനെ 2 തവണകളായിട്ടാണ് ചെയ്തത്.
നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി പൊടിക്കുന്നതിന് പകരമാണ് ശരിക്കും മുട്ട വരുന്നത്. മുട്ടയുടെ ടേസ്റ്റ് വേറെയാണല്ലോ. കടലമാവ് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും പൊട്ടിപ്പോവാതിരിക്കാൻ. പക്ഷെ ഒരുപാട് കടലമാവ് വരുമ്പോൾ മുട്ടയുടെ ആ ടേസ്റ്റൊക്കെ തന്നെ മാറും. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പുറമേ നല്ല ക്രിസ്പിയാണ്, അകമേ നല്ല സോഫ്റ്റ് ആണ്. മുട്ട മാത്രം വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവേണ്ട സാധനങ്ങൾ തന്നെയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാളയൊക്കെ. ഇപ്പോൾ വിരുന്നുകാർ ആരെങ്കിലും വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.